ഒരു ദുരന്തം ഉണ്ടാകുമ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്താണ് ചെയ്യേണ്ടത്? അത് ദുരന്തം പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ തേടണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒന്നുണ്ട്. ഇപ്പം ജനങ്ങൾക്ക് കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതൊരു മുഖ്യമന്ത്രിയുടെ ചുമതലയാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ചെയ്യേണ്ട ചുമതലകൾ അദ്ദേഹം ചെയ്യുന്നുണ്ടായിരിക്കാം. അദ്ദേഹം വിവിധ പദ്ധതികൾ, വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകേണ്ട ആൾ എന്ന നിലക്ക് ആ രീതികളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ടാകാം. പക്ഷേ അപ്പോഴും ജനങ്ങൾക്കൊരു കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ അദ്ദേഹം വന്നതിന് ശേഷം എനിക്ക് തോന്നിയ ഒരു കാര്യം. അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുന്നുണ്ട്, വാർത്താസമ്മേളനത്തിൽ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു, പക്ഷേ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം ഈ ദുരിതത്തിൻ്റെ ഘട്ടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ജനങ്ങളോട് പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യം വി ഡി സതീശൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പം ഈ ശനിയാഴ്ചയാണല്ലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രിയാണ് ഈ മഴ ഇത്രയും ശക്തമായി പെയ്യുന്നത്. ശനിയാഴ്ച രാവിലെയോട് കൂടിയാണ് ദുരന്തത്തിൻ്റെ വ്യാപ്തി എല്ലാവരും അറിയുന്നത്. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രി ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ, ഇന്ന കാര്യങ്ങൾ ചെയ്യൂ എന്നൊരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു വാക്ക്. ഇപ്പോൾ നമുക്ക് ഓക്കി സമയം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഓക്കി സമയത്ത് അന്ന് പിണറായി വിജയൻ എന്താ പറഞ്ഞത്? ഓക്കി സമയത്ത് ഞാൻ ഓഫീസിലിരുന്ന് കാര്യങ്ങൾ ചെയ്യുകയാണെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. പക്ഷേ ജനങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രി എവിടെയെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അവസാനം മുഖ്യമന്ത്രിക്ക് അവിടെ ഓക്കി പ്രദേശത്തേക്ക് പോകേണ്ടി വന്നു. അവിടെ ജനങ്ങൾ അദ്ദേഹത്തെ കൂയി പറഞ്ഞേക്കുകയാണ് ചെയ്തത്. സമയത്തിന് അവിടെ എത്താത്തതായിരുന്നു പ്രശ്നം. മുഖ്യമന്ത്രി അവിടെ എത്തിയത് കൊണ്ട് സത്യത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അത് ചെറിയ കാര്യമല്ല. ഇത് ആദ്യ ദിവസം എത്തണോ മുഖ്യമന്ത്രി? വേണ്ട, രണ്ടാം ദിവസം എത്തിക്കൂടെ? രണ്ടാം ദിവസം അദ്ദേഹത്തിന് വാർത്താസമ്മേളനം എത്തിക്കൂടെ? ശനിയാഴ്ച അദ്ദേഹം ഇത്രയും പരിപാടികൾ സംബന്ധിച്ചു, അദ്ദേഹം സ്വകാര്യ പരിപാടികൾ സംബന്ധിച്ചു, വിരുന്നിന് അല്ലെങ്കിൽ വിരുന്നെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു, ഇതൊക്കെ കഴിഞ്ഞു. ഞായറാഴ്ച അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിക്കുന്നത്, അപ്പം പറഞ്ഞു എൻ്റെ ഓഫീസിൽ നിന്ന് പറയും, ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു എന്തുകൊണ്ട് ഇന്ന് നടത്തിയ പോലെ വാർത്താ സമ്മേളനം വേണ്ട, ചെറിയൊരു ഒരു 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 ഫേസ്ബുക്കിൽ പോലും അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശനിയാഴ്ച രാവിലെ 9:56 അദ്ദേഹത്തിൻ്റെ ആദ്യ വാർത്താക്കുറിപ്പ് വരുന്നത്. അതിൽ അദ്ദേഹം പറയുന്നതാണ്, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ റവന്യൂ മന്ത്രി ഏകോപിപ്പിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ വാർത്താക്കുറിപ്പ് പറയുന്നത്. ഞാനല്ല, റവന്യൂ മന്ത്രി. അതായത് ഇപ്പോൾ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമെന്ന് അദ്ദേഹം പറയും, അത് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറിയിട്ടുണ്ടെന്ന് പറയും. ഇദ്ദേഹം മുഖ്യമന്ത്രിയാണല്ലോ. ഇദ്ദേഹത്തിൻ്റേതല്ലാത്ത വകുപ്പുകളിൽ ഇദ്ദേഹത്തിൻ്റെ ചുമതലയില്ലേ? അതിൻ്റെ ഏകോപന ചുമതല അദ്ദേഹത്തിന് അതിന് ഉത്തരവാദിത്തമില്ല. അദ്ദേഹം ഇതെല്ലാം റവന്യൂ മന്ത്രി ഏൽപ്പിച്ചു എന്ന രീതിയിലാണ് തുടക്കത്തിൽ. പിന്നെ 11:30 ആണ് പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വാർത്താക്കുറിപ്പ്. അത് മുതലപ്പുഴയിൽ നേവിയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നതാണ്. പിന്നെ 2:42 അദ്ദേഹം വീണ്ടും വാർത്താക്കുറിപ്പ് എടുക്കുന്നു. അതിൽ മന്ത്രിമാർക്ക് ചുമതല നൽകിയെന്ന് പറയുന്നു. 7 മണിക്കാണ് മരണക്കണക്കിൻ്റെ ഒരു വാർത്താക്കുറിപ്പ് വരുന്നത്. ഞായറാഴ്ച അദ്ദേഹം ആകെ ഒരു വാർത്താക്കുറിപ്പാണ് ഇറക്കിയത്. അതും റവന്യൂ മന്ത്രിയും മറ്റു മന്ത്രിമാരും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ചെയ്യുന്നുണ്ടായിരിക്കാം, അതൊക്കെ ശരിയാണ്. ഞാൻ പറഞ്ഞതിന് പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ജനങ്ങളുമായി സംവദിക്കാൻ, ജനങ്ങളോട് അഭിസംബോധന ചെയ്യാൻ മുഖ്യമന്ത്രി ഒന്നും തയ്യാറാവണമായിരുന്നു. അത് ചെയ്യാതിരിക്കുകയും അതേ സമയത്ത് തന്നെ ഇദ്ദേഹം ഒരു ഉച്ചഭക്ഷണം കഴിക്കുന്ന വിഷ്വൽസ് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ട് പുറത്തു വരികയും ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി ആളുകൾ കൂട്ടി വായിക്കും. സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെ ഒരു വികാരം രൂപപ്പെടുമെന്നുള്ള കാര്യം തർക്കമില്ല. അതിന് മറുഭാഗത്ത് അതിനെ കത്തിക്കാൻ പ്രതിപക്ഷം ഉണ്ട് താനും. പക്ഷേ ഇതിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പിഴവ് എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ 2018 പ്രളയകാലം നമുക്കറിയാം. തുടക്കത്തിലല്ല കുറേ അങ്ങോട്ട് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിമർശനവും ഉണ്ടായില്ല. വിമർശിക്കാൻ കാര്യങ്ങൾ ഉണ്ടാകാതിരുന്നിട്ടല്ല, പക്ഷേ പ്രതിപക്ഷം വിമർശിച്ചില്ല എന്നുള്ളതാണ് സത്യം. മാധ്യമങ്ങൾ പോലും അന്ന് സർക്കാരിനെ വിമർശിക്കാതെയാണ് കാര്യങ്ങൾ കൊണ്ടുപോയത്. കാരണം ഇത് അസാധാരണമായൊരു സംഭവമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. ആ സംഭവത്തെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നേരിടണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം, ആ ഒരു വിശ്വാസം, ആ ഒരു സംഗതിയാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടായത്. അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ സാധാരണ മാധ്യമങ്ങൾ തെറ്റുകൾ കണ്ടുപിടിച്ച് അതിന് അത്യാവശ്യം പർവ്വതീകരിച്ചൊക്കെ വാർത്തകൾ കൊടുക്കുന്ന ആണല്ലോ കേരളത്തിൽ. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാതെ അന്ന് മാധ്യമങ്ങൾ സർക്കാരിനൊപ്പം കട്ടയ്ക്ക് നിന്നു, പ്രതിപക്ഷവും കട്ടയ്ക്ക്. അന്ന് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ കൂടെ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചൊക്കെ നമുക്കറിയാമല്ലോ. അത് പിന്നീട് രമേശ് ചെന്നിത്തലയ്ക്ക് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ വിമർശനങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ അത്രയും കൂടെ നിന്നു. ഇത് പ്രളയം വന്നു, ഇതിൻ്റെ തുടക്കം തന്നെ ആദ്യ ദിവസം തന്നെ സർക്കാരിനെതിരെ കടുത്ത വിമർശനം, അതും ഇത്തരം വില കുറഞ്ഞ വിമർശനങ്ങളുമായി പ്രതിപക്ഷം വരിക എന്ന് പറയുന്നതും പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, വി ഡി സതീശൻ ഇക്കാര്യത്തിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചെടുത്തിയാൽ അദ്ദേഹത്തിന് അതിൻ്റെതായ ഗുണമുണ്ടാവും. കാരണം
ജനങ്ങളോട് സംസാരിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ബാധ്യതയാണ്. അത് ഈ ദുരന്ത ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ജനങ്ങൾക്ക് ഇപ്പോഴും വീടുകളിലേക്ക് വെള്ളം കയറുന്നു. അപ്പോൾ പുറത്ത് പല വാർത്തകൾ, പ്രതിപക്ഷം ഉണ്ടാക്കുന്ന വാർത്തകൾ, പലരും ഉണ്ടാക്കുന്ന വാർത്തകൾ, അതായത് അവിടെ സൗകര്യങ്ങളില്ല എന്ന വാർത്ത ഉണ്ടാക്കുന്നു, ഈ ഏകോപനമില്ല എന്ന വാർത്ത വരുന്നു. ഇതൊക്കെ ഇവർ കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെയല്ല, ഞാനിവിടെയുണ്ട്, എൻ്റെ സർക്കാർ ഇവിടെയുണ്ട്, നിങ്ങളെ സംരക്ഷിക്കും എന്ന് പറയാനൊരു മുഖ്യമന്ത്രി വേണ്ടേ? അദ്ദേഹം കാര്യങ്ങൾ ചെയ്താൽ മാത്രം പോരാ, അത് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത കൂടി അദ്ദേഹത്തിനുണ്ട്. അത് നിറവേറ്റിയാൽ അദ്ദേഹത്തിന് വിമർശനങ്ങളുടെ കൂരമ്പ് കുറയുകയും ചെയ്യും.